ഇന്നലെ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മാച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഇരുന്നിട്ടുണ്ടോ കണ്ടത്. മണിക്കൂറുകളോളം ഗോളൊന്നും വരാതായപ്പോ ഓരോരോ സൗണ്ടുകൾ കേട്ടോ. ഒരു സൈഡ് അപ്പം തേജ ഉറങ്ങി, മറ്റേ സൈഡ് നോക്കുമ്പോൾ ബില്ല് ഉറങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ദിശയും. ഞാൻ ആദ്യമേ ഉറങ്ങി. ഞാൻ ഇന്നലെ കാസർഗോഡ് പോയി വന്ന് പിന്നെ നേരത്തെ ഉറങ്ങി. കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാനും ബിലാലും മാത്രം അവസാനം വരെ ഉണ്ടായതുള്ളൂ. അവസാനം സ്പെയിനിന്റെ വിജയവും കണ്ടു, അർജന്റീനയുടെ തോൽവിയും കണ്ടു. പിന്നെ പ്രത്യേകിച്ച് ഒരു ടീമിന്റെ ഫാനൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് വലിയ വിഷമവും സന്തോഷമൊന്നുമില്ല. കാരണം ഒരുപാട് കളിക്കാരെ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പം മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും പറഞ്ഞ പോലെ എംബാപ്പെ ആണെങ്കിലും നെയ്മർ ആണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ സെലക്റ്റീവായിട്ട് ഇഷ്ടമാണ്. അവരൊക്കെ വേറെ വേറെ രാജ്യങ്ങളിൽ കളിക്കാരായത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ടീമിനോട് പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് കളി അങ്ങനെ കാണുന്ന ആൾക്കാരും അല്ല. ഇപ്പം ബിലാലെല്ലാം വളർന്നത് കൊണ്ടാണ് ഈ ഫൈനൽ തന്നെ എനിക്ക് തോന്നുന്നത് കണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ പ്രാവശ്യത്തെ ഫൈനൽ നന്നായി ആസ്വദിച്ച് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ഒരുപാട് വൈകിട്ട് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ചാലുണ്ട് പറയുന്നത് ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി കാണണമെന്ന്. അങ്ങനെ ഇവരെ ഇഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു അച്ഛൻ, അല്ലെ ദിശയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന നല്ലൊരു ഭർത്താവ് ആയതുകൊണ്ട് ഞാൻ സമ്മതിച്ച് ഞങ്ങളിതാ ഒഡീസി എന്ന സിനിമ കാണാൻ പോവാണ്. അത് നമുക്ക് പറഞ്ഞു തരണേ എന്തെന്നാ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബിലാലെ. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല കേട്ടോ കാണുന്നത്. എനിക്ക് മുമ്പേ ഓപ്പൺ ഹൈമർ വന്നപ്പോ തന്നെ കാണുന്നുണ്ടായിരുന്നു. പല പല സാഹചര്യങ്ങൾ കൊണ്ട് കാണാൻ പറ്റി. ഇപ്രാവശ്യം ഒഡീസി അങ്ങ് കണ്ടു കളയാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു നല്ലൊരു സാഹചര്യം കിട്ടിയതല്ലേ, സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം. ഇതെല്ലാം പറയാൻ നിൽക്കുമ്പം ആദ്യം എല്ലാരും വിചാരിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഇല്ല. ബിലാലിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാന്ന് പറഞ്ഞതാണ്. ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. നിന്റെ ഒരു ആഗ്രഹം ശരിയാണ്. അപ്പൊ നിന്നിലൂടെ നിന്റെ ആഗ്രഹം ബിലാൽ പ്രകടിപ്പിച്ചതായിരിക്കും അല്ലേ? ഐമാക്സിലൊക്കെ പോയി കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും കാണലുണ്ടാവില്ല. നമുക്ക് നമ്മൾ ഞാൻ പൊതുവെ ഇംഗ്ലീഷ് സിനിമകൾ കാണൽ വളരെ കുറവാണ്. അതാണ് എന്റെ വലിയൊരു പരാജയം. ഇംഗ്ലീഷ് നല്ല അന്യഭാഷാ ചിത്രങ്ങൾ കൂടുതലും മലയാളം ആണ്. ഒരുപാട് എന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ ഒരുപാട് ഞാൻ കാണാത്ത മലയാള സിനിമകൾ ഇല്ല സത്യം പറയാച്ചാല്. തമിഴ് എല്ലാ പടവും കാണും. പണ്ട് കാലത്ത് കൗണ്ടർ മണിയും ചെന്തിലും വിരൽ നിൽക്കുന്ന വിജയകാന്തിന്റെ അങ്ങനത്തെ പടങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സമാധാനം വേണ്ടി എന്നാലും സിനിമ കാണാൻ തോന്നുള്ളൂ. അത് സിനിമാ ഭ്രാന്തനായ ഞാൻ സിനിമകൾ കാണലേ വളരെ കുറവായി. പിന്നെ ദുബായിലേക്ക് പോയത് കൊണ്ടും കൂടി കുറേ സിനിമകൾ മിസ്സായി. പിന്നെ കാണാനുള്ളൊരു താല്പര്യം കുറഞ്ഞ് വളരെ റെയറായിട്ട് സിനിമകൾ കാണാറുള്ളൂ. ഇപ്പം നാട്ടിൽ വന്നിട്ട് അതേ ചുരുക്കി പറഞ്ഞ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പക്ഷെ ഭയങ്കര തിരക്കാണ്. പറയുന്നൊക്കെ തോന്നുന്നു ഞാനാണ് പോണ്ടെന്ന് പറഞ്ഞത്. ഇത് സിനിമ കാണാൻ പോകുമ്പോ ഞാനും വരുന്നെന്ന് അറിയാം. അപ്പൊ അതാണ് പ്രശ്നം.